കർത്താവിൻ്റെ മഹത്വം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിലാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് സഭയുടെ ശുശ്രൂഷാനിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ ജസ്റ്റിൻ മറ്റ് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ആമേൻ കേൾക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം മലയാള ശബ്ദമെത്തി വായിച്ചിട്ട് 1 രാജാക്കന്മാർ 21-3. നാബോത്ത് ആഹാബിനോട്, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. നാബോത്ത് ആഹാബിനോട്, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആമേൻ ദൈവം തന്നിരിക്കുന്ന ഒത്തിരി അവകാശങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ പിതാക്കന്മാരുടെ അവകാശം എന്ന് പറയുമ്പോൾ ആമേൻ അബ്രഹാം പിതാവിനോട് ദൈവം വാഗ്ദത്തം ചെയ്തതാണ് കനാൻ ദേശം. ഞാൻ നിന്റെ തലമുറകൾക്ക് എന്ന പദം ഉപയോഗിച്ചാണ് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുവാനിടയായി തീർന്നത്. ആ അവകാശത്തിനു വേണ്ടി ഇസ്രായേൽ മക്കൾ വളരെ ത്യാഗം സഹിച്ച കനാൻ ദേശത്തേക്ക് എത്തിയ അനുഗ്രഹിക്കപ്പെട്ടൊരു യാത്ര നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിലും നമ്മുടെ വിശ്വാസ ജീവിതം ഒരു അവകാശത്തിനു വേണ്ടിയുള്ള യാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. പിതാക്കന്മാരോട് ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്തതും അപ്പോൾ തന്നെ ആമേൻ നമുക്ക് മുന്നമേയുള്ള വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മോട് ഓർപ്പിക്കുന്ന ആമേൻ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യം, ഒരു നിത്യത, അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ അവകാശം എന്ന് പറയുന്നത്. ആ അവകാശത്തിന് വേണ്ടി ഞാനും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആ അവകാശത്തെ കെടുത്തിക്കളയത്തക്കവണ്ണം പല വിധത്തിലുമുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ വിശ്വാസ ജീവിതത്തിന് നേരെയുണ്ട്. പക്ഷെ ഇവിടെ യഹൂദനായിരിക്കുന്ന നാബോത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കാണുവാൻ സാധിക്കും. നാബോത്ത് പറയുന്നു, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ആമേൻ ഇവന് കൊടുക്കുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. ഇന്ന് ആമേൻ പകൽക്കാലം എന്നെ കേൾക്കുന്നവരെ, അവകാശത്തിന് വേണ്ടി പോരാടി അല്ലെങ്കിൽ അവകാശത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്ന ഒരു നാബോത്തിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആമേൻ ഈ ഭാഗത്ത് നാബോത്തിന് ദൈവം കൊടുത്ത അവകാശം എന്ന് ചോദിച്ചാൽ, ആമേൻ പിതാക്കന്മാർ വഴി വന്ന കുറച്ച് മുന്തിരിത്തോട്ടം നാബോത്തിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മുന്തിരിത്തോട്ടത്തിനടുത്ത് ആമേൻ ആഹാബിന്റെ അരമനയുണ്ട്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആഹാബിന്റെ അരമനയുടെ സമീപത്താണ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്വാഭാവികമായി അരമനയ്ക്കകത്തിരിക്കുന്ന ആഹാബ് രാജാവിന് ആമേൻ ഉള്ളിന്റെ ഉള്ളറയിൽ ഒരു മോഹമുണ്ടാകും, എനിക്ക് ആ മുന്തിരിത്തോട്ടം വേണം. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൽപ്പന എഴുതി കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കൽപ്പനയാണ് മോഹിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആഹാബിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തോടൊരു മോഹമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപയിൽ ദൈവത്തെ സേവിച്ചു നിൽക്കുന്ന നാബോത്തിന്റെ നന്മയോടൊരു മോഹമുണ്ടായി. ആ മോഹം പ്രൈസ് ദി ലോർഡ് ആ മുന്തിരിത്തോട്ടം എങ്ങനെയെങ്കിലും കൈവശമാക്കണമെന്നുള്ള ചിന്താഗതിയിലേക്ക് മാറി. അതിനുവേണ്ടി തന്നാലാകുന്നിടത്തോളം എല്ലാ അധ്വാനങ്ങളും താൻ ആരംഭിക്കുവാൻ തുടങ്ങി. നാബോത്തിനെ ഡയറക്റ്റ് കണ്ട് നാബോത്തിനോട് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, എനിക്ക് നിന്റെ മുന്തിരിത്തോട്ടം വേണം, അതിനെ ചീരത്തോട്ടമാക്കി മാറ്റണം. അതുകൊണ്ട് എനിക്കത് വിട്ടുതരണം, അതിന് വേണ്ടതായ പണം ഞാൻ നിനക്ക് തരാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വിശേഷമായ മറ്റൊരു തോട്ടം ഞാൻ നിനക്ക് തരാം. ഈ കാലഘട്ടത്തിൽ ദൈവസഭയെ നമുക്കറിയാം ശത്രു ഏറ്റവും കൂടുതൽ ജയമെടുക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന പോയിന്റ്, ഇതിനേക്കാൾ വിശേഷമായ മറ്റൊരു തോട്ടം ഞാൻ നിനക്ക് തരാം. നമുക്കറിയാം എല്ലാ രീതിയിലും മനുഷ്യൻ നിന്ന് വിശേഷത അന്വേഷിച്ച് യാത്ര ചെയ്യുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സഭകൾക്കകത്തും ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ നടുവിലും കുടുംബജീവിതങ്ങളുടെ അകത്തളങ്ങളിലും യൗവനക്കാരുടെ നടുവിലും മക്കളുടെ ഇടയിലും നമുക്കറിയാം ഭവനങ്ങളുടെ അകത്തളങ്ങളിലും ഇന്ന് മനുഷ്യരെല്ലാം വിശേഷത അന്വേഷിച്ചു പോവുക. പ്രൈസ് ദി ലോർഡ്. ഇതിനേക്കാൾ നല്ലത്, ഇതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയുള്ളത്, പക്ഷെ ഓർക്കണം, പ്രാർത്ഥിക്കുന്ന ദൈവകൃപയിൽ നിൽക്കുന്ന നാബോത്തിനോട് ആഹാബ് പറയുന്നത്, ഇതിനേക്കാൾ മറ്റൊരു തോട്ടം തരാം. നാബോത്ത് പറയുന്നത്, എനിക്കത് വേണ്ട, എൻ്റെ ദൈവമേ ഈ അവകാശം അവന് കൊടുക്കുവാൻ യഹോവ സംഗതി വരുത്തരുത്. എന്താണ് അതിനർത്ഥം? അന്ന് തുടങ്ങിയ വെല്ലുവിളി ഈ കാലഘട്ടത്തിലും വളരെ പ്രശസ്തമായി നിലനിൽക്കുന്ന ഒന്നാണ്. കാര്യം നമുക്കറിയാം കുടുംബജീവിതങ്ങളുടെ തകർച്ചകൾ, ഇതിനേക്കാൾ നല്ലത് വേണം. മക്കൾ മാതാപിതാക്കൾ
നോക്കി പറയുന്നു, ഞാൻ അവിടത്തെ അപ്പുറത്തെ വീട്ടിൽ ജനിച്ചെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കുമായിരുന്നു. ഒന്നിലും മനുഷ്യർ തൃപ്തരല്ലാതെ പോകുന്ന ഈ ശത്രു വിളയാടുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ദൈവസഭയെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവകാശങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഒരു കർത്തവ്യവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ ഭാഷയിൽ വന്നാൽ കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ട്, ഈ മുന്തിരിത്തോട്ടത്തെ യേശു സഭയോട് ഉപമിച്ചിട്ടുണ്ട്. ഇതേ മുന്തിരിത്തോട്ടത്തെ കുടുംബജീവിതത്തോട് ഉപമിച്ചിട്ടുണ്ട്. ഇതേ മുന്തിരിത്തോട്ടത്തെ തലമുറകളോട് ഉപമിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നാം ഇന്ന് അനുഭവിക്കുന്ന സകല നന്മകൾക്കും ഉറവിടം ദൈവമാണ്. ദൈവം തന്നിരിക്കുന്ന മുന്തിരിത്തോട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ മേൽ കിടപ്പുണ്ട്. പ്രിയ ബഹുമാന്യ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഏതേൻ തോട്ടത്തിൽ ആദാമിനെ ദൈവം ആക്കി വെക്കുമ്പോൾ ആദാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ തോട്ടത്തെ കാക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആദാം വീണുപോയി. ശത്രു അതിനകത്തേക്ക് കയറി പ്രവർത്തിക്കുവാനിടയായി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ചിന്തയാണ് നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിച്ച് അതിനെ ശത്രുവിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാതെ അതിനെ സൂക്ഷിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്റെ മേലും നിങ്ങളുടെ മേലും കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ദൈവം തന്നിരിക്കുന്ന കുടുംബങ്ങളാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, സഭയാകട്ടെ, ഉപജീവനമാകട്ടെ, ഏത് കാര്യത്തിന്റെ പിന്നിൽ നമ്മൾ ഓർക്കണം, ഈ നന്മയുടെ ഉറവിടം ദൈവമാണ്. ഇതിനെ ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. നാബോത്ത് ദൈവത്തിൽ ആശ്രയിച്ച് പറയുകയാ, കർത്താവേ, ഇവന് വിട്ടുകൊടുക്കുവാൻ അവിടെ നിന്ന് സംഗതി വരുത്തരുത്. നാബോത്ത് അങ്ങേയറ്റം അത് വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പക്ഷേ സമയം മുന്നോട്ട് പോകുന്നു, ഞാൻ അതിനൊന്ന് ഓടിച്ചു പറയാം. ആഹാബ് പരാജയപ്പെട്ടു. ആഹാബിനെ കൊണ്ട് കഴിഞ്ഞില്ല. ഈസബേലിന്റെ അടുക്കൽ ആഹാബ് പോയി. ഈസബേൽ പറഞ്ഞു, നാബോത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ നിനക്ക് ആ നന്മ വാങ്ങിത്തരാം, നീ ധൈര്യമായിട്ടിരിക്കുക. ഒടുവിൽ ഈസബേൽ നമുക്കറിയാം ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ആ ഉപവാസത്തിലൂടെ നാബോത്തിനെ ചതിച്ച് ജനത്തിന്റെ നടുവിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊന്നുകളയുകയാണ്. കല്ലെറിഞ്ഞ് കൊന്നതിന് ശേഷം ഈസബേൽ ആഹാബിനോട് പറയുന്നൊരു വാക്കുണ്ട്, നീ ചോദിച്ചിട്ട് മുന്തിരിത്തോട്ടം തരാത്ത നാബോത്ത് മരണപ്പെട്ടു, നീ എഴുന്നേറ്റ് ഇനി അവന്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കിക്കൊള്ളുക. പക്ഷെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ, നാബോത്ത് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, കർത്താവേ, എന്റെ പിതാക്കന്മാർ വഴി എനിക്ക് വന്ന അവകാശത്തെ വിട്ടുകൊടുക്കുവാൻ ദൈവം അനുവദിക്കല്ലേ, ദൈവം സംഗതി വരുത്തരുത്. ആഹാബ് എഴുന്നേറ്റ് തന്റെ അവകാശത്തെ സ്വന്തമാക്കുവാൻ, തന്റെ മുന്തിരിത്തോട്ടത്തെ സ്വന്തമാക്കുവാൻ തന്റെ കൂടാരം വിട്ട് എഴുന്നേൽക്കുമ്പോൾ സർവശക്തനായ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, എന്റെ ദാസനായ നാബോത്തിനെ കൊന്നിട്ട് അവന്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കുവാൻ ആഹാബ് എഴുന്നേറ്റ് വരികയാ, അവനെ നീ എഴുന്നേറ്റ് ബ്രേക്ക് ചെയ്യണം. അവനോട് പറയണം, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിയ അതേ സ്ഥലത്ത് വെച്ച് നിന്റെ രക്തം നായ്ക്കൾ നക്ക്. നീ കൊല്ലാൻ മടിക്കായിക കൊണ്ട്, അല്ലെങ്കിൽ അവകാശത്തെ സ്വന്തമാക്കുവാൻ നിന്റെ ഉള്ളിൽ വെളിപ്പെട്ട ആഗ്രഹം കൊണ്ട് ആഹാബിനെ തടയുന്ന ഒരു ദൈവ പ്രവൃത്തിയെ ഇതേ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവസഭയെ, നാബോത്ത് പ്രാർത്ഥിച്ചത് എങ്ങനെയാ, എന്റെ അവകാശം ഇവന് കൊടുക്കുവാൻ ദൈവം അനുവദിക്കരുത്. പ്രാർത്ഥിച്ച നാബോത്ത് മരണപ്പെട്ടു പോയി കേട്ടോ, പക്ഷെ പ്രാർത്ഥന മരണപ്പെട്ടില്ല. പ്രാർത്ഥിച്ച നാബോത്ത് ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു. പക്ഷെ നാബോത്ത് പ്രാർത്ഥിച്ചത് ദൈവത്തോടാണ്. ആ ദൈവം അതിനകത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് ഏത് വിഷയത്തിന്റെ പിന്നിൽ ഞാനും നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലോ ഇന്ന് പകൽ ഞാൻ പറയാം, ആ വിഷയത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ലോകത്തിലെ കുറച്ച് അവകാശങ്ങളുണ്ട്. അതിലുപരി ഞാൻ പറയാം, വ്യക്തിപരമായി ദൈവം നമ്മെ വിളിച്ച തന്റെ രാജ്യത്തിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്ത ദൈവം നമ്മെ ഓരോ നിമിഷവും വഴി നടത്തുന്നത്. അതിനർത്ഥം ഇതാണ്, നമ്മെ അവിടെ എത്തിക്കാതിരിക്കുവാൻ ശത്രു തന്നാലാകുന്നിടത്തോളം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മണ്ഡലങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ആ മേഖലകളുടെ മേൽ നമ്മൾ ജയമെടുക്കണം. ജീവിതം കൊണ്ടോ, ശരീരം കൊണ്ടോ, പ്രവൃത്തി കൊണ്ടോ, ചിന്ത കൊണ്ടോ ദൈവവചനത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ അവകാശത്തിനു വേണ്ടി അവസാനം വരെ പോരാടി നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. നമ്മുടെ അവകാശങ്ങളെ ശത്രുവിന് വിട്ടുകൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം, ഇതുപോലെ ഒരു അവകാശത്തിനു വേണ്ടി സ്വന്തം പ്രാണൻ കൊടുത്ത ലീഡറാണ് നമ്മുടെ ലീഡർ. പ്രൈസ് ദി ലോർഡ്. പിതാവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മാനവകുലത്തെ പിതാവിന്റെ അടുക്കലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ സ്വന്തം പ്രാണൻ കൊടുത്ത, അവകാശത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് പോരാടിയ
ആമേൻ രക്ഷകനാണ് നമ്മുടെ യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, ആമേൻ നമ്മുടെ അവകാശങ്ങളെ ആമേൻ നമ്മൾ നേടിയെടുക്കണം. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മകളെ നമ്മൾ നേടിയെടുക്കണം. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായ ഓഹരിയെ നമ്മൾ നേടിയെടുക്കണം. അത് നേടണമെങ്കിൽ ചില പ്രതികൂലങ്ങളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകേണ്ടി വന്നെന്ന് വരാം. പക്ഷെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ, ദൈവത്തോട് ചേർന്നെന്ന് പറയാമോ, എന്റെ അവകാശത്തെ ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. നന്മയാകിലും തിന്മയാകിലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിക്കും. നന്മയാകിലും തിന്മയാകിലും ദൈവാലോചനയുടെ അടിസ്ഥാനത്തിൽ ഞാൻ മുൻപോട്ട് പോകും. എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്നുപോലും പിശാചിനെടുത്ത് ഉയർത്തുവാൻ കിട്ടത്തില്ല എന്ന ആമേനൊരു തീരുമാനം നമ്മുടെ അകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവസഭയിലടയ്ക്കുക. ഈ പകൽക്കാലം നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എന്നെ കേൾക്കുന്നവരെ, ആമേൻ അവകാശത്തെ സംരക്ഷിക്കുന്ന നാബോത്തിനെ നമ്മൾ കേൾക്കുവാനിടയായി. പിതാക്കന്മാരുടെ അവകാശമാണ് കേട്ടോ. നാബോത്ത് അധ്വാനിച്ചതല്ല, നാബോത്ത് കഷ്ടപ്പെട്ടതല്ല. ഇന്ന് പകൽ സ്വർഗരാജ്യത്തിന് വേണ്ടി നമ്മൾ അധ്വാനിച്ചിട്ടല്ല ദൈവം നമ്മെ അവിടെ കൊണ്ടു ചെല്ലാമെന്ന് പറഞ്ഞത്. പിതാക്കന്മാർ വഴി വന്ന അവകാശമാ. അതിനെ ആഹാബ് കൊണ്ടുപോകാതിരിക്കുവാൻ, അങ്ങേയറ്റം മരണം വരെ പോരാടി നിൽക്കുവാൻ ഇന്ന് രാവിലെ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് ആമേൻ ആഹ്വാനിക്കുകയാണ്. ആമേൻ ദൈവരാജ്യത്തിന്റെ മഹത്വം നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നത് വരെ, ആമേൻ നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വരുന്നത് വരെ എന്ത് വില കൊടുത്ത് നമ്മുടെ അവകാശത്തെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ തലവിൽ കിടപ്പുണ്ട്. ഇന്ന് പകൽക്കാലം അതിനെ നഷ്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിലല്ല, ആമേൻ അതിനെ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലായി ഈ പകൽ നമുക്കൊന്ന് മാറാവോ? യേശുവിന്റെ നാമത്തിൽ ഒന്ന് പറയാമോ? എന്റെ മുന്തിരിത്തോട്ടത്തിന് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. രഹസ്യവും പരസ്യമായി ഞങ്ങളുടെ മുന്തിരിത്തോട്ടത്തിന് വിരുദ്ധമായി, കുടുംബങ്ങൾക്ക് വിരുദ്ധമായി, സഭയ്ക്ക് വിരുദ്ധമായി, വ്യക്തിപരമായ ജീവിതത്തിന് വിരുദ്ധമായി വെല്ലുവിളിക്കുന്ന എല്ലാ ഇരുളിന്റെ വ്യാപാരങ്ങളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഈ സ്ഥലം വിട്ട് മാറട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളെ വിട്ട് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാ. എല്ലാ ആഹാബിന്റെ ശക്തികളും മുടയട്ടെ. എല്ലാ ഈസോബലിന്റെ തന്ത്രങ്ങളും അഴിയട്ടെ. ദൈവം ഞങ്ങൾക്ക് വച്ചിരിക്കുന്ന അവകാശങ്ങളെ, ദൈവം ഞങ്ങൾക്ക് വച്ചിരിക്കുന്ന നന്മകളെ ഒന്നുപോലും നഷ്ടപ്പെടുത്തി കളയാതെ അതിനെ നേടിയെടുത്ത് ദൈവസന്നിധിയിൽ ചേരുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തേണ്ടതിന് ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ വെല്ലുവിളിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. അവനെ കൂട്ടായ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആത്മസാന്നിധ്യത്തിൽ ഇതിനെ അവിടുന്ന് സംരക്ഷിക്കണമേ. കർത്താവിന്റെ കൃപ കർത്താവെ കൂട്ടായ്മയോട് കൂടി ഇരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ദാസന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദർശനത്തിനൊത്തവണ്ണവർ കാര്യങ്ങൾ ക്രമീകരിക്കുകയാ. പക്ഷെ കർത്താവ്, ഇത് അങ്ങയുടെ രാജ്യ മഹത്വത്തിന് വേണ്ടിയാണ്, ഞങ്ങളുടെ പേരിനോ പ്രശസ്തിക്കോ അല്ല. എന്റെ കർത്താവ്, സഭ ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ഈ ആലയത്തെ ദൈവകരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഉദ്ധാരണത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവമേ, അവിടുന്ന് പദ്ധതി ഒരുക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന് വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാ ഇരുളിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആമേൻ. ഇവിടെ ആരംഭിക്കപ്പെട്ടിരിക്കുന്ന ഈ വിളക്ക് ഇത് ആളിക്കത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ ദേശാന്തരങ്ങളിലേക്ക് ആളിക്കത്തി അനേകർ ആമേൻ വെളിച്ചത്തിൽ ജീവിക്കേണ്ടതിന്, അനേകർ ഇതിനകത്ത് കയറി വരേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതം ഈ ദിവസങ്ങളിൽ ഹോളിനകത്ത് പ്രവർത്തിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും ഞങ്ങൾ ശാസിക്കുന്നു. ഞാൻ എന്റെ സഭയോ പണിയോ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ എന്റെ കർത്താവ്, ഇത് ദൈവത്തിന്റെ വകയാ, ഇത് ദൈവത്തിന്റെ വകയാ, ഞങ്ങൾ ദൈവത്തിനുള്ളതാ. ഇന്ന് രാവിലെ അവിടെ നിന്ന് പകർന്നിരിക്കുന്ന സകല അധികാരങ്ങളാല് ശുശ്രൂഷകളാല് വിശുദ്ധ ദൈവസഭ ദൈവകരങ്ങളിലേക്ക് ആകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ തേജസ് കൊണ്ട് അവിടുന്ന് മൂടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ പിന്നിൽ വലിയൊരു വർധനവ് ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഈ ആമേൻ ദേശത്ത് തന്റെ കുഞ്ഞുങ്ങൾക്ക് അവകാശമായി കൊടുക്കേണ്ട എല്ലാ വ്യക്തികളും യേശുവിന്റെ നാമത്തിൽ ആത്മാവിനകത്ത് കൂട്ടിവരുത്തണമേ. ഞങ്ങളുടെ അവകാശങ്ങളെ തടയുന്ന എല്ലാ പോരുകളും അഴിയട്ടെ. ആത്മശക്തിയാൽ ദൈവം ഞങ്ങളെ നിയന്ത്രിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തും. ശുശ്രൂഷ കുടുംബങ്ങളെയൊക്കെ ദൈവാത്മാവിടുന്ന് ആശീർവദിക്കും. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവും മാനിക്കും. അവിടുത്തെ കരങ്ങളിലേക്ക് ഒരുമിച്ച് സമർപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എനിക്ക് സമയം അനുവദിച്ച ദൈവദാസന്മാരോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.